നമസ്കാരം. അല്പനേരമാണെങ്കിൽ ഇരുന്നോളൂ, ഞാൻ പോയിട്ട് വരാം. ഓ താങ്ക്സ്. എങ്ങനെയുണ്ട്? മിണ്ടരുത്, എന്നോടൊരു അക്ഷരം മിണ്ടരുത്. ഇതെല്ലാം വലിച്ചു പറിച്ചെറിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ഇറങ്ങി ഓടും. ഒരു ചെറിയ പരിശ്രമം നടത്തിയെന്നേ ഉള്ളൂ. ഇതിനേക്കാളും വലിയ ശ്രമങ്ങൾ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. വേണ്ട മോളെ, ഇനി ഇങ്ങനെ ഒന്നും ചെയ്യണ്ട. കൂടുതൽ ടെൻഷനും ആവണ്ട. എല്ലാം പറയാനാ ഞാൻ വന്നത്. എനിക്കറിയാവുന്നതെല്ലാം. ഞാൻ മായയെ ഏറ്റുവാങ്ങിയത് 16 വർഷങ്ങൾക്ക് മുമ്പ് ബോംബെ എയർപോർട്ടിൽ വെച്ചാണ്. അന്ന് നിനക്ക് കഷ്ടിച്ച് 3 വയസ്സ് പ്രായം വരും. അമേരിക്കയിൽ നിന്നും വന്ന ഒരു എയർക്രാഫ്റ്റിലെ എയർ ഹോസ്റ്റസാണ് മായയെ എൻ്റെ കൈവശം ഏൽപ്പിച്ചത്. എല്ലാം മായയുടെ അമ്മയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ മായയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി. അതും ആ അമ്മയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ആ അമ്മ എന്നോട് പറഞ്ഞിട്ടില്ല മായയുടെ അച്ഛൻ ആരാണെന്ന്. ഞാൻ ചോദിച്ചിട്ടുമില്ല. ആരാണ് ആ അമ്മ? ആ വിവരം ഞാൻ മായയോട് പറഞ്ഞാൽ ആ അമ്മ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. എങ്ങനെ പ്രതികരിച്ചാലും ഇനി എനിക്കൊന്നുമില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ വസുന്ധരാദേവിയാണ് മായയുടെ അമ്മ. വസുന്ധരാദേവി? KS വസുന്ധരാദേവി, ദി വേൾഡ് ഫേമസ് കർണാട്ടിക് സിംഗർ. ഏറെക്കുറെ ഒരു വർഷത്തെ കഠിന പരിശ്രമത്തിന് ശേഷമാണ് ആ ഗാനഗോകുലത്തെ ഞങ്ങൾക്ക് ഈ അരങ്ങിൽ കൊണ്ടുവരുവാൻ സാധിച്ചത്. ഇന്നവർ നമുക്ക് വേണ്ടി പാടുന്നു. പത്മവിഭൂഷൺ നേടിയതിനു ശേഷം ആദ്യമായി നമ്മുടെ അടുക്കലേക്ക് വരികയാണ് ഇന്ത്യയുടെ യശസ് ലോകമെങ്ങും പാടിപ്പരത്തിയ ഇന്ത്യയുടെ പ്രിയങ്കരി. കുഞ്ഞുങ്ങളില്ല, കുടുംബമില്ല, ഉറ്റവരില്ല, രക്തബന്ധങ്ങളില്ല. ജീവിതം മുഴുവൻ സംഗീതത്തിന് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ച ആ ഗാനതാപസി KS വസുന്ധരാദേവി. അതാ നിങ്ങളുടെ പ്രിയപ്പെട്ട വസുന്ധരാദേവി.
നിങ്ങൾ പോയി കണ്ടിട്ട് വാ, ഞാൻ വരുന്നില്ല. അതെന്താ? അവരെനിക്കൊന്ന് തനിച്ച് കാണണം. എന്തിനാ? അതൊക്കെ ഉണ്ട്, പിന്നെ പറയാം. ഇപ്പൊ നിങ്ങൾ ചെല്ല്, എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്യും. നമസ്കാരം. നമസ്കാരം. ആരാ? എന്താ? ഞങ്ങൾ വസന്തരാമയുടെ ഫാൻസാണ്. കോളേജിലേക്കൊന്ന് ക്ഷണിക്കാൻ വന്നതാ. ഓ, സന്തോഷം. വരൂ, ഇരിക്കൂ. കോളേജ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരടുപ്പമാണ്. ആ ജീവിതമൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത. ഞാൻ എവിടെ പ്രോഗ്രാമിന് പോയാലും കൂടെ പഠിച്ച ഒരാളെങ്കിലും കാണാതിരിക്കില്ല. പിന്നെ നേരം വെളുക്കോളും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിപ്പ. മാഡം ഏത് കോളേജിലാണ് പഠിച്ചത്? താമ്പരത്ത് ക്രിസ്ത്യൻ കോളേജിൽ. നിങ്ങളൊക്കെ ഏത് കോളേജിലെയാ? ഞങ്ങൾ സെന്റ് മേരീസിലെയാ. എന്ത് ഫംഗ്ഷനാ? എപ്പോഴാ? എന്തായി? ആദ്യമൊക്കെ അവർ വരാമെന്ന് സമ്മതിച്ചതാ. വലിയ വാചോടിയായിരുന്നു. സെന്റ് മേരീസ് എന്ന് കേട്ടപ്പോൾ ഡും ഗ്യാസ് ഔട്ട്. അത്രയ്ക്ക് കുപ്രസിദ്ധമാണല്ലോ നമ്മുടെ കോളേജ്. പിന്നെ ഫോറിൻ ട്രിപ്പ് ഉണ്ട്, തുടർച്ചയായി പരിപാടികളുണ്ട് എന്നൊക്കെ പറഞ്ഞ് സുന്ദരമായിട്ട് അങ്ങ് തഴഞ്ഞു. മായ എങ്ങോട്ട് പോകുന്നു? എനിക്ക് അവരെ ഒന്ന് കാണണം, തനിച്ച്. എന്താ മായേ, എന്തോ ഒളിപ്പിക്കുന്നു പോലെ? ഒന്നുമില്ല, പിന്നെ പറയാം. മറ്റൊരു നാടകത്തിന്റെ തുടക്കമാണെന്ന് കരുതിയാൽ മതി. പൊയ്ക്കോ.